ഒരുപാട് ലൈഫിൽ ഇന്ന് വരെ അനുഭവിക്കാത്ത വളരെ സന്തോഷകരമായ മൂമെൻറ്റുകൾ സമ്മാനിച്ച ഒരു ഇവൻ്റ് എനിക്ക് ഈ റീസെൻ്റ്ലി ഞാൻ അനുഭവിച്ച ഇപ്പോഴും ആ മെമ്മറീസ് മനസ്സിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കോളേജുകളുടെ ഒരു യൂണിയനായിട്ട് അക്കാഫുമായിട്ട് ഒരു യാത്രയായിരുന്നു. അതിലുള്ള ഡെസേർട്ട് സഫാരി ലൈഫിൽ ഒരുപാട് പ്രാവശ്യം നമ്മൾ ഡെസേർട്ട് സഫാരി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു വല്ലാത്ത ഒന്നൊന്നര അനുഭവമായിരുന്നു. അപ്പോൾ എനിക്ക് ആരോടൊക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ നന്ദി പറയണം എന്നെനിക്കറിയില്ല. വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ തീരില്ല. അത്രമാത്രം ഒരു സന്തോഷകരമായ ഒരു ഈവനിങ് സമ്മാനിച്ച ഇതിൻ്റെ സംഘാടകർക്കും എല്ലാ അണിയറ പ്രവർത്തകർക്കും ആരൊക്കെ ഒരുപാട് പേരുണ്ട്. പേര് പറഞ്ഞാൽ തീരത്തില്ല. ഒരാളെ വിട്ടുപോയാൽ അതൊരു വല്ലാത്തൊരു വിഷമം തോന്നുമോ മറ്റൊരാൾക്ക്. തീർച്ചയായിട്ടും മറ്റെല്ലാവർക്കും വിഷമം വരും. എല്ലാവരെയും എടുത്തു പറയാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഈ വീഡിയോയിലുണ്ട്. അതുകൊണ്ട് ക്ഷമിക്കുക. ഇതിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും ഞാൻ ഈ വീഡിയോയിൽ കൂടി ഒരുപാട് എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും പേരിൽ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ വളരെയധികം ഒരു വല്ലാത്ത അനുഭവങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാണാൻ സാധിക്കും. ഒരുപാട് നന്ദി. താങ്ക് യു once again. താങ്ക് യു അക്കാഫ് ടീം. ബിഗ് സല്യൂട്ട്. നമ്മളിപ്പോൾ ഇവിടെയും രണ്ട് സ്ഥലത്തും നിങ്ങൾ ഡൗൺ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലത്തെ സ്ലോപ്പ് എടുത്ത് കയറുകയാണെങ്കിൽ ഒരിക്കലും സ്ലോ ചെയ്യാൻ പാടില്ല. നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടം വരെ നമ്മൾ ആ സ്പേസ് വിടും. ഒരിക്കലും ഇവിടുന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്താൽ നമ്മൾ ഇവിടുന്ന് കാല് കൊടുത്ത് വന്നു
ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ് എന്ന് വെച്ചാൽ അവിടെ എന്താണെന്ന് പേടിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഇവിടെ നിൽക്കും, സ്റ്റക്കാവും, അല്ലെങ്കിൽ വണ്ടി ഇങ്ങനെ ഇഴുകി പോകും, ഒരിക്കലും കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കൊടുത്ത് കാല് കൊടുത്ത് ഈ സെയിം സ്പീഡിൽ തന്നെ കയറി വരണം. ഇത് നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഓൾറെഡി ഫ്രണ്ടിൽ ഓൾറെഡി ട്രാക്ക് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒന്നത്. പിന്നെ ഇതുപോലെ ചെറിയ ഡ്യൂൺസ് ഇങ്ങനെ കയറുമ്പോൾ, അതായത് ക്ലൈംബ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുമ്പോൾ, അതേപോലെ തന്നെ ഈ ഡിസ്റ്റൻസ് പറയുന്നത് കൊണ്ടാണ്. ഇപ്പോൾ 4 വണ്ടിയുടെ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ നമ്മളിവിടെ നിന്നോ, അടുത്ത വണ്ടി ഇവിടെ നിൽക്കാൻ പാടുള്ളൂ. ഓക്കെ, ഈ വണ്ടി കയറി ഇറങ്ങി ഇവിടെ എത്തിയിട്ട് കഴിഞ്ഞിട്ട് ഈ വണ്ടി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഞങ്ങൾക്ക് ഫ്ലാഗ് ഉള്ളതുകൊണ്ട് ഈ വണ്ടിക്ക് അറിയാം ഇത് ക്ലിയർ ആയി എന്നുള്ളത്. ഫ്ലാഗ് ഇല്ലെങ്കിൽ നമുക്ക് വാക്കി ടോക്കി വെച്ച് പറയണം ഇറ്റ്സ് ക്ലിയർ, സോ യു കൻ കം. അപ്പോൾ അടുത്ത വണ്ടി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതേപോലെ ഇത് കയറുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഇവിടുന്ന് ഈ സ്പീഡ് എന്താണോ ആ സ്പീഡ് നമ്മൾ ഇവിടം വരെ എടുക്കണം. ഇവിടെ വെച്ച് നമ്മൾ സ്പീഡ് കുറച്ച് കഴിഞ്ഞാൽ സ്റ്റക്കാവും, ഇവിടെ വെച്ച് സ്റ്റക്കാവും, ഇവിടെ വെച്ച് സ്റ്റക്കാവും. ഈ വണ്ടിയുടെ ഹാഫ് പോർഷൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ആക്സിഡന്റിൽ നിന്ന് കാലെടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കും. ഈ ഒരു പൊസിഷനിൽ വന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, പിന്നെ നമുക്ക് ഇറങ്ങി പോരാം. അല്ലല്ല, ഇതെല്ലാതും ഈ ഇങ്ങനെ കയറുന്ന വേണമെങ്കിൽ 2 വീലിടാം. പക്ഷെ നമ്മളിപ്പോ റൺവേ എടുത്ത് വരികയാണ്, ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്ട് നമ്മൾ ഇങ്ങനെ വന്ന് പോണ സ്ഥലത്ത് 3 വീലെടുക്കാം, നോ ഇഷ്യൂ. പക്ഷെ നമ്മളിവിടെ സ്ലോ ഡൗൺ ചെയ്തു, പിന്നെ ഒരു ഡ്യൂൺസ് കയറുകയാണെങ്കിൽ സെക്കൻഡിൽ എടുത്തിട്ടു, എന്നിട്ട് സെക്കൻഡിൽ തന്നെ ഇറങ്ങാം. അതെ, ഇവിടുന്ന് കയറണമെങ്കിൽ നിർത്തണമെങ്കിൽ മാത്രം. ഇപ്പൊ നിർത്തിയില്ല, നമുക്ക് ഇവിടുന്ന് കിട്ടും ആ 3ന്റെ ഹൈറ്റ്, ഓരോ ഡ്യൂൺസിന്റെ ഹൈറ്റ് അനുസരിച്ച്. ഇപ്പൊ നിങ്ങൾ വന്ന ഡ്യൂൺസ് ഒക്കെ നമ്മൾ 3ൽ തന്നെ കയറാം. പക്ഷെ വളരെ മൊമെന്റ് ഉണ്ടെങ്കിൽ മാത്രം കയറാം. ഇല്ല, നമ്മൾ സ്റ്റക്കായി നമ്മൾ തീർച്ചയായും ഓരോരുത്തരും എടുത്തു പറയേണ്ട ഒരു ടീമാണ് 4x4 നേഷൻ UAE. ഈ ടീം നമ്മുടെ ഈ ഡിസേർട്ട് ഡ്രൈവിലുടനീളം ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, തൊട്ടുമുമ്പ് കണ്ടോ എങ്ങനെയാണ് നമുക്ക് ഓരോരുത്തർക്കും ഡെസേർട്ട് ഡ്രൈവ്, ഓരോരുത്തർക്കും നമുക്ക് പ്രൊഫഷണൽസ് അല്ലെങ്കിൽ കൂടി നമുക്ക് അത്യാവശ്യം നമുക്ക് ചെയ്യാൻ, അതായത് പേഴ്സണലി നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്താൽ റിസ്ക് ഇല്ലാതെ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്ന് അവരുടെ സഹായം വളരെയധികം അടുത്ത്. നമുക്ക് ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്യുമ്പം വളരെ റിസ്ക്കാണ്. അപ്പം അവരുടെ ടീം മുന്നേയും പിന്നെയും ഓരോ കാറിലും ഡ്രൈവ് ചെയ്യുന്നവർ എന്തെല്ലാം ചെറിയ മിസ്റ്റേക്ക് വരുത്തുന്നു എന്ന് ഓരോ 5 മിനിറ്റ്സിനകത്ത് വെച്ച് തന്നെ വീണ്ടും സ്റ്റോപ്പ് ചെയ്ത് അത് ക്ലിയർ ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കിച്ച് പഠിപ്പിച്ച് ഡ്രൈവ് ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പലപ്പോഴും ഉണ്ടായി. പക്ഷേ അവരുടെ ടീം മെമ്പേഴ്സ്, അതിലൊരാൾ ആരുടെ പേരെടുത്ത് പറയാത്ത മനഃപൂർവ്വമായിട്ട് ഞങ്ങൾ അത് ശരിയല്ല, ഒരാളെ മാത്രം പറയുന്നത്, നമ്മുടെ കൂടെ കാറിൽ കൂടെ ഞങ്ങൾക്ക് ഇങ്ങോളം ഞങ്ങളെ കൂടെ തന്നെ ഡ്രൈവ് ചെയ്യുകയും കുറേ ഭാഗം അച്ഛനും മോനും കൂടെ ചെയ്തു. ബാക്കി അങ്ങനെ ഞങ്ങൾ സന്തോഷകരമായി വളരെ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് ഈ ഡെസേർട്ട് സഫാരി 4x4 നേഷൻ UAEയുടെ ഹെൽപ്പോടെ നടന്നു. 4x4 നേഷൻ UAE ടീമിനെ ആദരിക്കുകയാണ് ഇന്നത്തെ പ്രധാന ചടങ്ങ്. കാരണം നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ നടന്ന മഴക്കെടുതിയിൽ ഒരുപാട് സഹായം അന്ന് സോഷ്യൽ വർക്ക് നടത്തുകയും ഒരുപാട് ആൾക്കാരെ വളരെയധികം ആ മഴ വെള്ളത്തിൽ പെട്ടുപോയി സ്റ്റക്കായി വീടുകളിൽ ഭക്ഷണമില്ലായിരുന്ന സന്ദർഭത്തിൽ ഇവർ ഒരുപാട് സഹായിച്ചു. അവരെ ആദരിക്കുക എന്ന ചടങ്ങ് ഇന്ന് വളരെ സന്തോഷത്തോടെ ഭംഗിയായി നടക്കാനും സാധിച്ചു. ഇനിയും വീണ്ടും ഇതുമാതിരി അഡ്വഞ്ചർ ട്രിപ്പ് നടത്താൻ ഒരു ആഗ്രഹം തോന്നിപ്പിക്കുന്ന ഒരു ട്രിപ്പായിരുന്നു. താങ്ക് യു എല്ലാവർക്കും, ഇതിൻ്റെ സംഘാടകർക്കും 4x4 ടീമിനും ഒരുപാട് നന്ദി. താങ്ക് യു.